السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്ക് ശേഷം വന്ന താബിഉകളും തബഉ താബിഉകൾ അടക്കമുള്ള നമ്മുടെ സലഫ് സ്വാലിഹീങ്ങളാകുന്ന എല്ലാ മഹാന്മാരും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് ബറക്കത്തെടുത്തതായി നിരവധി ഹദീസുകളിലൂടെയും മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചവരായിരുന്നു. അവിടുത്തെ ഏതൊരു തിരുശേഷിപ്പും അവിടെ കയ്യിൽ കിട്ടിയാൽ അതിനെ വല്ലാതെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അതുകൊണ്ട് ബറക്കത്തെടുക്കുകയും രോഗശമനത്തിന് വേണ്ടി ഉദ്ദേശ സാഫല്യത്തിനൊക്കെ വേണ്ടി അവരത് ഉപയോഗിച്ചിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമയായിരുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം. മഹാനവകൾ പറയുന്നുണ്ട്, അഖ്റജത്ത് ഇലൈന ജുബ്ബത്തുൻ തയാലിസത്തുൻ കസ്റാവനിയ. ബഹുമാനപ്പെട്ട അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു മഹദി അവർകൾ ഞങ്ങൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനിക്കപ്പെട്ട ഒരു ജുബ്ബ ഞങ്ങൾക്ക് കൊണ്ടുവന്നു. എന്നിട്ട് മഹദി അവർകൾ പറഞ്ഞു, ഹാദിഹി കാനത്ത് ഇൻദ ആയിഷ, ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലായിരുന്നു ഉണ്ടായിരുന്നത്. ഹത്താ ഖുബിലത്ത്, അവിടുന്ന് വഫാത്താകുന്നത് വരെ ഇത് ഉപയോഗിച്ചിരുന്നത് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. അങ്ങനെ ഫലമ്മ ഖുബിലത്ത് ഖബൽതുഹ, മഹദി അവർകൾ വഫാത്തായി പോയപ്പോൾ അത് ഞാൻ എടുത്തു. വകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൽബിസുഹ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ധരിക്കുമായിരുന്നു. അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം സ്പർശിച്ച ജുബ്ബയാണ് ഈ ജുബ്ബ. ഇത് വല്ലാത്ത ബറക്കത്തുള്ള വലിയ മഹത്വമുള്ള വലിയ ബഹുമാനമുള്ള ജുബ്ബയാണിത്. എന്നിട്ട് ഇതുകൊണ്ട് എന്താ സ്വഹാബത്ത് ചെയ്യുന്നത്? മഹദി അവർകൾ പറയുന്നുണ്ട്, ഫനഹനു നഗ്സിലുഹാ, ഇത് ഞങ്ങൾ കഴുകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജുബ്ബ അത് വെള്ളത്തിലിടും. എന്തിനു വേണ്ടിയിട്ട്? എന്നിട്ട് ആ വെള്ളം ലിൽ മർള, ഞങ്ങൾ രോഗികളായ രോഗികൾക്ക് കുടിക്കാൻ വേണ്ടി, അവരുടെ രോഗശമനത്തിന് വേണ്ടി, നസ്തശ്ഫി ബിഹാ, ഇതുകൊണ്ട് ഞങ്ങൾ ശിഫ തേടിയിരുന്നു, രോഗശമനം തേടിയിരുന്നു എന്ന് മഹദി അവർകൾ പറയുന്നുണ്ട്. ഇതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ തിരുശേഷിപ്പ് കൊണ്ടും മഹാന്മാരാകുന്ന സ്വഹാബത്ത് വലിയ ബറക്കത്ത് നേടിയിരുന്നതായി നിരവധി ഹദീസുകൾ കാണാൻ വേണ്ടി കഴിയും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് അവിടെ നിന്ന് ഉമിനീര് അവിടെ തുപ്പിക്കളയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അത് ഇരു കരങ്ങളും നീട്ടി അവരുടെ കൈകളിലേക്ക് അതെടുത്തുകൊണ്ട് അവിടെ സ്വന്തം ശരീരത്തിലും മുഖത്തിലൊക്കെ അവർ പുരട്ടാറുണ്ടായിരുന്നു എന്നും ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫവല്ലാഹി മാ തൻഹമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഖാമത്തൻ ഇല്ലാ വഖഅത ഫീ കഫി റജുലിൻ മിൻഹും. മഹാന്മാരാവുന്ന സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് തുപ്പുമ്പോൾ അവിടുത്തെ ആ ഉമിനീര്, അവിടുത്തെ ആ തുപ്പൽ അതവരുടെ കൈകളിലേക്ക് അവരെടുക്കുകയും ഫദലക ബിഹാ വജ്ഹഹു വജുൽദഹു, സഹാബത്തവരുടെ മുഖവും അതുപോലെ അവരുടെ ശരീരത്തിലെല്ലാം അത് പുരട്ടുമായിരുന്നു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അങ്ങനെ വൈദാ തവല്ലഅ കാദു യഖ്തതിലൂന അലാ വളുഇഹി, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു ഉണ്ടാക്കിയാൽ ആ വുളുഇൻ്റെ ബാക്കി വെള്ളം അതിനുവേണ്ടി സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടിയിരുന്നു. അതുകൊണ്ട് ബറക്കത്തെടുക്കാൻ, അതുകൊണ്ട് രോഗശമനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഒക്കെ മഹാന്മാരാകുന്ന സ്വഹാബത്ത് വലിയ തിക്കും തിരക്കും വരെ കൂട്ടിയിട്ട് അതിനു വേണ്ടി അവർ പരിശ്രമിച്ചിരുന്നു, അതവർ ഉപയോഗിച്ചിരുന്നു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ, അവിടുത്തെ ശേഷിപ്പുകളെ ബഹുമാനിക്കാനും ആദരിക്കാനും അതുകൊണ്ട് ബറക്കത്തെടുക്കാനും അതുവഴി ആഖിറം രക്ഷപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.